ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി, തൃശൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിൽ SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ. ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി സെന്റ് ബക്സ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തൃശൂരിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ സി.പി. രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് ഈ യജ്ഞത്തിലൂടെ കുത്തിവയ്പ് നൽകാൻ ലക്ഷ്യമിടുന്നത്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് സൌജന്യമായി ലഭിക്കും. രാജസ്ഥാനിലെ അജ്മീറിൽ നടക്കുന്ന പരിപാടിയിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ഗുജറാത്ത് സന്ദർശിക്കുന്ന അദ്ദേഹം സാനന്ദിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. രാജ്യത്തുടനീളം സൌജന്യ HPV വാക്സിനേഷൻ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗർഭാശയകള ക്യാൻസർ തടയുന്നതിനും ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുന്നതിനും ഈ നടപടി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ IMA വ്യക്തമാക്കി. 1800-ലധികം പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെ നടത്തുന്ന വാക്സിനേഷൻ യജ്ഞത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായും IMA അറിയിച്ചു. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി വി. ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഉച്ചയ്ക്കാണ് പരിപാടി. 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 11 വർഷങ്ങളിൽ രാജ്യം ശക്തിയും കഴിവുകളും തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ശക്തി മനസ്സിലാക്കി രാജ്യം ഉയർന്നു വരുന്നതിനാൽ വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാര കരാറുകളിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. विकसित देश भारत से ट्रेड डील्स करने में इतने उत्सुक क्या है? इसका उत्तर है हताशा निराशा से बाहर निकल रहा आत्मविश्वासी भारत. जो सामर्थ्य हमारे भीतर है उसे हमें पहचानना है. इस सामर्थ्य को सशक्त करने के लिए आज देश निरंतर प्रयास कर रहा है. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം അദ്ദേഹം നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ വാർഷിക ശാസ്ത്രദിന പരിപാടിയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന 5ാമത് P. പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ ശ്രീ ജിതേന്ദ്ര സിംഗ് പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറിൽ രാജ്യത്തെ കാർഷിക ചെറുകിട ഇടത്തര മേഖലകളുടെ താൽപര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ക്ഷീരമേഖല, പൌൾട്രി, MSME, കൈത്തറി ഉൾപ്പെടെയുള്ള തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഗുണകരമാകും വിധമാണ് കരാർ രൂപീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കരാർ സഹായിക്കുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
ये डील हमारे हितों में थी। हमारे सभी सेंसिटिव इश्यूज, किसानों के, डेयरी के, पोल्ट्री के, फिशरमैन के, एमएसएमई के, विश्वकर्मा के, हमारे हथकरघा के साथ जुड़े हुए क्षेत्र के, हैंडलूम, हैंडीक्राफ्ट, लेबर इंटेंसिव सेक्टर्स, सभी के हितों को ध्यान में रखते हुए കേരളമെന്ന് പുനർനാമകരണം ചെയ്തതിൽ നന്ദി അറിയിക്കാനെത്തിയ മലയാളി സാഹിത്യകാരന്മാരുടെ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ സ്വീകരിച്ചു. സാഹിത്യകാരന്മാരുമായുള്ള ആശയവിനിമയം അങ്ങേയറ്റം ഉൾക്കാഴ്ച നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തോടും മലയാളത്തോടുമുള്ള അവരുടെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ബീഹാറിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അർഹരായ സമ്മതിദായകരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നതിന് വീട് തോറുമുള്ള സർവേ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വിദ്യാസമ്പന്നനായ യുവാക്കളിലൂടെ മാത്രമേ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 57ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യപുരോഗതിയുടെ സുപ്രധാന ഘടകങ്ങളെന്ന് വിദ്യാർത്ഥികളെ വിശേഷിപ്പിച്ച ഉപരാഷ്ട്രപതി യുവാക്കളുടെ മികച്ച വിദ്യാഭ്യാസം, കഴിവുകൾ തുടങ്ങിയവയെല്ലാം രാജ്യത്തിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി പറഞ്ഞു. മികച്ച മാധ്യമപ്രവർത്തകരെ സൃഷ്ടിക്കുന്നതിൽ IIMC നടത്തുന്ന പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യവികസനത്തിൽ വിദ്യാർത്ഥികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക അപ്ലോഡ് ചെയ്യുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ അറിയിച്ചു. വെബ്സൈറ്റിന് പുറമെ ECI നെറ്റ് ആപ്പിലും പട്ടിക ലഭ്യമാകും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. തദ്ദേശീയ അന്തർദേശീയ രുചികളുടെ കലവറയായി ഫാന്റാങ്കോ ഭക്ഷ്യമേളയ്ക്ക് തിരുവനന്തപുരം കോവളത്ത് തുടക്കമായി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹോട്ടൽ മാനേജ്മെന്റ് പഠന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് ടെക്നോളജിയാണ് 3 ദിവസത്തെ മേള സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കോവളത്തെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് കേരളത്തിലെയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വിഭവങ്ങൾ പ്രിയങ്കരമായപ്പോൾ മെഡിറ്ററേനിയൻ മുതൽ അറേബ്യൻ വരെയുള്ള വിഭവങ്ങൾ നാട്ടുകാർക്കും പ്രിയപ്പെട്ടതായി. കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പഠന പരിശീലനത്തിന്റെ ഭാഗമായാണ് ഈ മേള സംഘടിപ്പിച്ചത്. സ്റ്റാളുകൾ തയ്യാറാക്കുന്നതും ഓർഡർ സ്വീകരിക്കുന്നതും ഇതിനായുള്ള കൂപ്പണുകൾ വിൽക്കുന്നതുമെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ T. അനന്തകൃഷ്ണൻ ആകാശവാണിയോട് പറഞ്ഞു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8-ൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 159 റൺ പിന്തുടർന്ന ഇംഗ്ലണ്ട് 3 പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിലെ പലക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. കോഴിക്കോട് മോഡേൺ ബസാറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്തിരുന്ന രാമനാട്ടുകര സ്വദേശികളായ ജിനിൽ, അജീഷ്, വിമൽ എന്നിവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ചങ്ങനാശ്ശേരി, തൃശൂർ, കൊല്ലം എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ.
ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.